പവിത്രം സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വേദയും വിക്രമും ഒക്കെ സന്തോഷിന്റെ കല്യാണ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരികെ വരികയാണ്. അങ്ങനെ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം സന്തോഷിന്റെയും ശ്രീലക്ഷ്മിയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് പറ്റിയല്ലോ. പോരാത്തതിന് അനിയൻകുട്ടൻ ആ ഒരു കല്യാണത്തിനോട് കൂടെ തന്നെ സ്വഭാവം വീണ്ടും അങ്ങ് തിരികെ കിട്ടുകയും അതുകൊണ്ടൊക്കെ എന്തുകൊണ്ടും നല്ല ദിവസമായിരുന്നു. പക്ഷേ ശ്രീകാന്തിന്റെ ചതിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വേദയ്ക്ക് വിഷമമുണ്ടായിരുന്നു. വിക്രം സമാധാനിപ്പിച്ചു. വിഷമിക്കേണ്ട വേദ, നമ്മൾ നാളെ അങ്ങോട്ടേക്ക് തിരിച്ചു പോവല്ലേ, അവനിട്ടുള്ള പണി നമുക്ക് തന്നെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വേദയെ സമാധാനിപ്പിക്കാണ്. പിന്നീട് അനിയൻകുട്ടൻ പോയി കിടക്കുന്ന സമയത്തിന് വിക്രമും വേദയും കൂടി പുറത്തേക്ക്. അപ്പോൾ അവിടെ വലിയൊരു പാറയുടെ മുകളിൽ അവർ ഇടയ്ക്കിടയ്ക്ക് വന്നിരിക്കുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ഇത്രയും ദിവസത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരിങ്ങനെ പരസ്പരം പറയാണ്. ഇങ്ങോട്ടേക്ക് വന്നത് അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഒരു പക്ഷേ ഇത് ദൈവനിയോഗം തന്നെയായിരിക്കുമെന്ന് ശ്രീലക്ഷ്മിയെയും സന്തോഷിനെയും തമ്മിൽ ഒന്നിപ്പിക്കാനും നമ്മുടെ ലക്ഷ്യം അത് മാത്രമല്ല. നമ്മൾ വന്നതുകൊണ്ടല്ലേ ആ പണിക്കാരുടെ കൂലിയുടെ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടായത്. പാവങ്ങളെ ഇത്ര കാലം ആ ജോബി പറ്റിക്കുമായിരുന്നില്ലേ എന്ന് പറഞ്ഞു വിക്രം പറഞ്ഞു. ശരിയാ, ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ 2-3 നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയെന്ന്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം തന്നെയല്ലേ നമ്മൾ നമ്മുടെ ജീവിതം പോലും തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. ജീവിതം എന്തെന്ന് പഠിച്ചതുപോലും ഇവിടെ വന്നിട്ടാണ്. അവിടെയായിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഈ ഒരു ചെറിയ വീട്ടിൽ വെച്ചാണ്. അത് അവർക്ക് സന്തോഷം തന്നെയായിരുന്നു. അങ്ങനെ അവർ അവരുടെ പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തെടുക്കുകയാണ്. പിന്നീട് വേദ പറഞ്ഞു, എനിക്ക് നാളെ പോകുന്നതിൽ സന്തോഷമുണ്ട്, പക്ഷേ ഇവിടം വിട്ടു പോവാൻ എന്തോ ഒരു സങ്കടമുണ്ടെന്ന് പറയും. വിക്രം പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവും വേദ, കാരണം നമ്മൾ തമ്മിൽ കുറേയധികം നല്ല നിമിഷങ്ങളൊക്കെ ഇവിടെ വെച്ചല്ലേ ഉണ്ടായത് എന്ന് ചോദിച്ചു. വേദ പറയുന്നത്, ആ ശരിയാണ് വിക്രം, ഒരു പക്ഷേ ഇങ്ങനെ ഇനി ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട നല്ല നല്ല കുറച്ച് ഓർമ്മകളായിരിക്കും നമുക്കിവിടെ നിന്ന് കിട്ടുന്നത്. വിക്രം പറയുന്നുണ്ട്, നാളെ പോയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അനിയൻകുട്ടനെ കൊണ്ടുപോയിട്ട് നിന്റെ അച്ഛനും അമ്മക്കും മുന്നിൽ ഹാജരാക്കണം, മൊഴി കൊടുക്കണം. അനിയൻകുട്ടൻ എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് പോലും എനിക്ക് നല്ല പേടിയുണ്ട്. കാരണം ഈ പറയുന്ന ശ്രീകാന്തൊക്കെ അങ്ങനെ അടങ്ങിയിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. വേദ പറയുന്നുണ്ട്, ചതിയനാണ് അയാൾ, എൻ്റെ സ്വത്തുക്കളുടെ മേൽ അയാളുടെ കണ്ണുണ്ട്. സ്വന്തം ചോരയാന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അതൊക്കെ തട്ടിയെടുക്കാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ നിയമത്തിന്റെ വഴിയെ തന്നെ പോകുന്നതാണ് വിക്രം നല്ലത്. അല്ലാതെ നമ്മളൊന്നും എടുത്തു ചാടിയിട്ടൊരു തീരുമാനം എടുക്കണ്ട. നിയമത്തിന് മുന്നിൽ കൊണ്ടുവരെ തന്നെ ചെയ്യണം. എൻ്റെ സഹോദരനെ മാത്രമല്ല, പിന്നെ ആ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ അങ്കിളില്ലേ, എൻ്റെ അങ്കിളിനെ എന്നെ ദർശനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനായിട്ട് അയാൾ കച്ചകെട്ടി ഇറങ്ങിയതിൻ്റെ പിന്നിൽ ഉദ്ദേശം ഇതായിരുന്നു. സ്വത്തുക്കളൊന്നും പുറത്തു പോകാൻ പാടില്ല. ഞാനും വിക്രമും തമ്മിലുള്ള ഈ ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ അതായിരുന്നു അവർ ഏറ്റവും കൂടുതൽ അലട്ടിയിരുന്ന പ്രശ്നമല്ലേ. വിക്രമിന് വീണ്ടും തോന്നുന്നുണ്ടോ എന്നെ വീണ്ടും അങ്ങോട്ടേക്ക് വിളിച്ചു കയറ്റുമെന്ന്? ഒരിക്കലുമില്ല എന്ന് പറയാണ് വിക്രം. വിക്രം പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വേദ, നീ വിഷമിക്കൊന്നും വേണ്ട. നാളത്തോടു കൂടെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാവല്ലോ എന്നൊക്കെ അവർ പറയാണ്. ആ സമയത്തിന് ജോബി ശ്രീകാന്തിനെയും ചന്ദ്രശേഖരനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേദ താമസിക്കുന്ന ആ ഒരു വീടിൻ്റെ പരിസരത്തേക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ അവരെല്ലാവരും വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ജോബി പറയുന്നുണ്ട്, അവർ ഉറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് അകത്ത് ഒച്ചപ്പാടും ബഹളമൊന്നും കേൾക്കുന്നില്ല. പിന്നെ പതുക്കെ കഥകളിങ്ങനെ തട്ടി നോക്കി. അന്നേരം കഥകങ്ങ് തുറന്നു വന്നു. കഥകൊന്നും കുറ്റിയിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ചന്ദ്രശേഖരനും ശ്രീകാന്തും അങ്ങോട്ടേക്ക് കയറി വന്നു. അവരെ അകത്തേക്കങ്ങ് കയറ്റിയിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അനിയൻകുട്ടനെ അവിടെ കിടന്നുറങ്ങുന്നത് ഗുണ്ടകൾ കണ്ടു. ഗുണ്ടകൾ അപ്പോഴേക്കും അനിയൻകുട്ടനെ പോയിട്ട് അങ്ങ് എടുക്കുകയാണ്. അവന്മാർ പോയി എടുക്കുന്നത് കണ്ട് അനിയൻകുട്ടനാകെ വെപ്രാളപ്പെട്ടു. ആരാ നിങ്ങൾ ആരാ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അനിയൻകുട്ടനെ അവർ തൂക്കിയെടുക്കുകയാണ്. അങ്ങനെ കൊണ്ടുപോകാനായി തുടങ്ങുന്ന സമയത്തായിരിക്കും അനിയൻകുട്ടൻ അവിടെ ഒച്ച വെച്ച് ബഹളമുണ്ടാക്കുന്നത്. ഈ സമയത്തന്നെ വിക്രമും വേദയും ആ ഒരു പാറയിലിരിക്കുകയായിരുന്നു. അവർ പെട്ടെന്ന് തന്നെ കേട്ടു. വിക്രം പറയുന്നതിന്, അനിയൻകുട്ടൻ്റെ കരച്ചിലല്ലേ കേൾക്കുന്നത് എന്ന്. അതെ, അവരങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാണ്. അങ്ങനെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് അവർ പോകുന്ന ആ ഒരു കാഴ്ചയായിരിക്കും. അത് കണ്ടതോടുകൂടി തന്നെ വിക്രം പെട്ടെന്ന് തന്നെ അവന്മാരെ പിടികൂടി അവിടെ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട്. ഒടുവിൽ അനിയൻകുട്ടനെ എടുത്തുകൊണ്ട് തന്നെ വിക്രമും വേദയും അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുകയാണ്. നേരെ ഗീവർഗീസിൻ്റെ അടുത്തേക്കായിരിക്കും ചെല്ലുന്നത്. അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയും. അവിടെ അഭയം തേടി ഗീവർഗീസ് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, നിങ്ങളിവിടെ നിന്നോ. ഈ ഒരൊറ്റ രാത്രി കഴിഞ്ഞാൽ നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. നാളെ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയിക്കൊള്ളണം. വേണമെങ്കിൽ നാളെ ഞാൻ നിങ്ങളെ കൊണ്ടുപോക്കാമെന്നൊക്കെ പറയും. വിക്രമിനും വേദയ്ക്കും അറിയാം അപകടമാണ് വന്നിരിക്കുന്നത് എന്ന്. ശ്രീകാന്ത് അറിഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. വേദ പറഞ്ഞു, അവൻ ആ ജോബി,
അവൻ നമ്മളോട് പ്രതികാരം ചെയ്യാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണെന്ന് പറയും. അന്നേരം ഗീവർഗീസ് പറഞ്ഞു, അതൊന്നും ഓർത്തിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, ഞാനില്ലേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെങ്ങനെ ആശ്വസിപ്പിച്ചു. അനിയൻകുട്ടന് ആപത്ത് സംഭവിക്കാൻ പാടില്ല, അനിയൻകുട്ടന് യാതൊരുവിധ ആപത്തും സംഭവിക്കാൻ പാടില്ല. അനിയൻകുട്ടൻ അവരെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന കാര്യം വിക്രമിന് നന്നായിട്ട് അറിയാം. അങ്ങനെ ഒടുവിൽ അവർ ആ രാത്രിയിൽ അങ്ങനെ ഉറങ്ങാതിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും വേദ വിക്രമിനോട് പറഞ്ഞു, എനിക്ക് നല്ല പേടിയുണ്ട് വിക്രം, അവരിനി ഇങ്ങോട്ടെങ്ങാനും നമ്മൾ അന്വേഷിച്ചു വരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ വരാൻ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴേക്കും ജോബി ശ്രീകാന്തിനെയും ചന്ദ്രശേഖരൻ്റെയൊക്കെ ആ ഒരു വീട്ടിലേക്ക് അങ്ങ് വരുന്നുണ്ട്. അപ്പോൾ ജോബി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ ആ വീട്ടിൽ അഭയം തേടിയിട്ടുണ്ട് എന്ന കാര്യം. അങ്ങനെ അവരങ്ങോട്ടേക്ക് വരികയാണ്. വേദയും വിക്രമും അനിയൻകുട്ടനെയൊക്കെ പിടികൂടിയാണ് അവർ. കാരണം അവർ പോവാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴേക്കും അനിയൻകുട്ടൻ്റെ നെറ്റിക്ക് ഒരു തോക്കങ്ങ് വെച്ച് ചൂണ്ടി, മര്യാദക്ക് പറയുന്നതനുസരിച്ച് എൻ്റെ കൂടെ വന്നോ, അല്ലെങ്കിൽ ഇവരെ ഞങ്ങളങ്ങ് ഷൂട്ട് ചെയ്ത് കൊല്ലുമെന്നൊക്കെ ചന്ദ്രശേഖരൻ പറഞ്ഞു. മറ്റ് നിവൃത്തിയില്ലാതിരുന്ന വിക്രമും വേദക്കും അത് പറയുന്നതൊക്കെ അനുസരിച്ചേ മതിയായിരുന്നുള്ളൂ. അങ്ങനെ അവർ ആ ഒരു മലയുടെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ സേതു പറഞ്ഞിട്ടുണ്ടായിരിക്കും അവിടെ തൊട്ടടുത്ത് തന്നെ വലിയ മരമുകളുണ്ട്, അവിടെ ആൾക്കാരൊന്നും അധികം പോകുന്നില്ല എന്നൊക്കെ. അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു റിസോർട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ അവിടെ സ്റ്റേ ചെയ്യുമെന്നൊക്കെ. അപ്പോൾ ആ ഒരു മലയുടെ മുകളിലേക്കായിരിക്കും ഇവിടെ കൊണ്ടുപോകുന്നത്. ഈ സമയത്തിന് വേദയുടെയും വിക്രമിൻ്റെയും കൈയൊക്കെ ആകെ ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ മലമുകളിൽ പോയിട്ട് അവിടെ ഒരു വലിയ മരമുണ്ട്, ആ തേക്കിനെ പിടിച്ച് കെട്ടിയിട്ട് 3 പേരെയും. അതിനുശേഷം ശ്രീകാന്തും ചന്ദ്രശേഖരനൊക്കെ വായിൽ വന്നതെല്ലാം അവരങ്ങ് ചീത്ത വിളിച്ച് പറയണേ, എടാ നീയൊക്കെ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്, രക്ഷപ്പെട്ട് അങ്ങനെ സുഖിച്ച് ജീവിക്കാമെന്നോ? ഈ സമയത്തിന് വേദ ചങ്കൂറ്റത്തോടെ പറയുന്നുണ്ട്, അതെ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ ആണുങ്ങളെ പോലെ പെരുമാറാൻ നോക്ക്, എന്നാലും സ്വന്തം ചോരയാണെന്ന് പറയാൻ തന്നെ എനിക്കിപ്പോൾ അറപ്പുണ്ട്. നിന്നെ പോലൊരു ദുഷ്ടനായി പോയല്ലോ എൻ്റെ സഹോദരനെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണേ. മിണ്ടാതിരിക്കടി അവിടെ, എവിടെ നിന്നോ വന്ന ഒരുത്തിന് വേണ്ടിയിട്ട് നീ ഇത്രയും കാലം ഞാൻ കൊണ്ടു നടന്ന സ്വത്തുക്കളൊക്കെ വിട്ടുകൊടുക്കണമെന്നാണോ? അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല. ഈ സമയത്താണ് വിക്രം പറയുന്നത്, മര്യാദക്ക് എന്നെ അഴിച്ചുവിട്ടിട്ട് സംസാരിക്കടാ എന്ന്. അഴിച്ചുവിടാനോ? നിന്നെ അഴിച്ചുവിടാനല്ല പോകുന്നത് എന്ന് പറഞ്ഞ് വിക്രത്തിന് നേരെ അവിടെ ഒറ്റ അങ്ങ് തല്ലിച്ചതക്കുകയാണ്. വിക്രമിനെ കെട്ടിയിട്ടുകൊണ്ട് ഇങ്ങനെ തല്ലിച്ചതക്കുന്നത് കൊണ്ട് തന്നെ വിക്രമിനൊന്നും തന്നെ തിരിച്ചു ചെയ്യാനും പറ്റുന്നില്ല. വേദക്കാണെങ്കിൽ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. വേദ അലമുറയിട്ട് കരയുന്നുണ്ട്. പക്ഷേ ആര് കേൾക്കാനായിട്ടാണ്? അങ്ങനെ ആരും കേൾക്കാനും ഇല്ലല്ലോ, ഒന്നും ചെയ്യാനും പറ്റാത്തൊരവസ്ഥ. ഇവരുടെ ആക്രമണം കാരണം വിക്രമും വേദയ്ക്ക് വല്ലാതെ അവശനായി പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനിയൻകുട്ടനെ തീർത്തിട്ട് വിക്രമിനെ തട്ടിയിട്ട് വേദയെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി. ചന്ദ്രശേഖരനും അതുപോലെ ശ്രീകാന്തൊക്കെ വെല്ലുവിളി തുടരുകയാണ്. പോരാത്തതിന് അവരോടൊപ്പം ജോബി ഉണ്ടായിരുന്നു. ജോബി പറയുന്നുണ്ട്, നീ എന്താ കാണിച്ചേ, എൻ്റെ ജോലി കളയാൻ നീ നോക്കിയതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടതിന് ജോബിയും അവരെ വിടുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ സേതു അറിയുന്നുണ്ട്. നാട്ടിൽ നിന്നും ആരോ വന്നിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോയ കാര്യങ്ങളെല്ലാം തന്നെ സേതു അറിയും. അങ്ങനെയാണെങ്കിൽ അവർ പോവാൻ ചാൻസുള്ള സ്ഥലം ഏതാണെന്നും സേതുവിനറിയാം. സേതു നേരെ ആ ഒരു മലമുകളിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രമിനെ അടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. സേതു വെറുതെ ഇരുന്നില്ല. സേതു ഗുണ്ടകളെയൊക്കെ അടിച്ചിടിച്ച് ഒരു ഇഞ്ച് പരുവമാക്കി നശിപ്പിക്കുകയാണ്. എല്ലാവരെയും ഇടിച്ച് ഒരു പരുവമാക്കി വിട്ടു. ഒടുവിൽ അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റിയില്ല. സേതുവിൻ്റെ മുന്നിൽ വിക്രമിൻ്റെ കൈ അങ്ങ് കെട്ടഴിച്ച് വിട്ട ശേഷം വേദ എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വിക്രമിൻ്റെ കയ്യിലും കെട്ടുമൊക്കെ അഴിച്ചു വിട്ടു. അതെല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ വിക്രം കൂടി ചേർന്ന് എല്ലാവരും കൂടി അങ്ങ് അടിച്ചൊതുക്കുകയാണ്. പക്ഷേ അവസാനം ഒരുത്തൻ വന്നിട്ട് വിക്രമിനെ അങ്ങ് അടിച്ചു വിടുമ്പോഴേക്കും വലിയൊരു പാറയുടെ മുകളിലേക്കല്ലേ വിക്രം അങ്ങോട്ടേക്ക് ഉരുണ്ടു വീഴാൻ പോയി. പാറയുടെ മുകളിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ടും വിക്രമിൻ്റെ കൈ അത് പാറയുടെ പിടുത്തം കിട്ടിയില്ല. കാരണം വിക്രം ഇങ്ങനെ താഴേക്ക് പോകുന്ന സമയത്ത് പിടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. താഴെയാണെങ്കിൽ വലിയൊരു കൊക്കയായിരിക്കും. ഇത് കണ്ടപ്പോൾ അനിയൻകുട്ടനും വേദയും അലറി വിളിച്ച് കരയാണ്. എന്ത് ചെയ്യണമെന്ന് പോലും അവർക്കൊരു നിമിഷം അറിയാത്തൊരവസ്ഥയായി പോയി. സേതു നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു കാഴ്ചയാണ് കാണുന്നത്. സേതു ഒരു ഗുണ്ടയെ എങ്ങനെ നേരിടേണ്ടി സേതു ആണെങ്കിൽ ഈ സമയത്ത് ഒരു ഗുണ്ടയെ എങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവനെ ഇടിച്ചൊരു പരുവമാക്കിയിട്ട് വേഗം അങ്ങ് അവനെ ഇട്ടിട്ട് ഓടി അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോഴേക്കും ഈ ഒരു കാഴ്ച കണ്ട് വേദ ബോധം കെട്ട് അവിടെ അങ്ങ് വീഴും. വേദ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല വിക്രമിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊരു പേടിയിൽ വേദയുടെ മനസ്സിലുണ്ടായിരുന്നു. വേദ അപ്പം തന്നെ ബോധം കെട്ട് വീണുപോയി. അനിയൻകുട്ടനും വല്ലാതായി പോയി. വിക്രമിന് ജീവൻ നഷ്ടപ്പെടുന്ന ആ ഒരു അവസ്ഥ. സേതു ഒട്ടും തന്നെ മടിച്ചില്ല. ഓടിച്ചെന്ന് അങ്ങോട്ടേക്ക് വിക്രമിനെ കൈ പിടിക്കാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ നോക്കി. പക്ഷെ പിടുത്തം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ സേതു അങ്ങനെ അവനങ്ങ് വലിച്ചങ്ങ് കയറ്റുന്നുണ്ട്. വിക്രം അവിടെ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് തന്നെ പിന്നീട് വേദയും വിക്രമിനെ രക്ഷിച്ചുകൊണ്ട് പോരുകയാണ്. വേദ പെട്ടെന്ന് തലകറങ്ങി വീണതോടുകൂടെ തന്നെ വേദ ഗർഭിണിയാണ് എന്ന കാര്യം പിന്നീടായിരിക്കട്ടോ അവരറിയാൻ പോകുന്നത്.
ഒരു പക്ഷേ ഈ ഒരു സ്ഥലത്തേക്ക് വന്നതിന് ശേഷമായിരിക്കും അവർ രണ്ടുപേരും ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായിട്ടൊരു ജീവിതം പോലും തുടങ്ങിയത്. ആ ഒരു സന്തോഷ വാർത്ത അധികം വൈകാതെ തന്നെ വിക്രമിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷമായിരിക്കും ഇവർ പോലും അറിയാൻ പോകുന്നത്. വേദ ഒരു അമ്മയാവാൻ പോകുക എന്നുള്ള അതിൻ്റെ വിശേഷങ്ങളായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അതായത് കുറച്ച് കാലത്തിന് ശേഷം വേദയുടെയും വിക്രമിൻ്റെയും കുഞ്ഞിന് ഒരു 4 വയസ്സിന് ശേഷമുള്ള കഥയായിരിക്കും കേട്ടോ പിന്നീട് കാണാൻ പോകുന്നത്. ഇവരേതായാലും നാട്ടിലേക്ക് പോയിട്ട് അനിയൻകുട്ടനുമായിട്ട് പോയിട്ട് സത്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നുണ്ട്. വിക്രം നിരപരാധിയാണെന്നും പുളിക്കനെ കൊല്ലുന്നത് ശ്രീകാന്ത് നേരിട്ട് കണ്ടു എന്ന കാര്യങ്ങളെല്ലാം തന്നെ അനിയൻകുട്ടൻ വിളിച്ചു പറയുന്നതോടുകൂടെ തന്നെ എല്ലാവരും ആ ഒരു സത്യം തിരിച്ചറിയും. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.